ആ സുന്ദരി ഒരു ബാഗുമായി ബസ്സിൽ കയറിയതിൽ പിന്നെയാണ് ബസ്സിന് താളം നഷ്ടപ്പെട്ടത്. അതിനുശേഷം ബസ് സ്പീഡ് കൂടുകയും ഇടയ്ക്ക് നേർത്ത് കുറയുകയും ചിലപ്പോഴൊക്കെ വളഞ്ഞു പൊളയുകയും ചെയ്തു. ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു ബസ്സിനെയും താളം തെറ്റിക്കുക എന്ന നടുങ്ങുന്ന സത്യം ഞാൻ മനസ്സിലാക്കി. ഈ ബസ്സിലെ യാത്രക്കാരിൽ ഒരാളാണ് ഞാൻ. പലരും പല വഴിക്ക് പല കാര്യങ്ങൾക്ക് പോകുന്നവർ. ഞാൻ പോകുന്ന എൻ്റെ സുഹൃത്തിനൊപ്പം 2 ദിവസം സ്വാതന്ത്ര്യം ആഘോഷിച്ച് താമസിക്കാനാണ്. എൻ്റെ അടുത്തിരിക്കുന്ന സ്ത്രീയും തിരുവനന്തപുരത്തേക്ക് തന്നെ. അവിടെ ക്യാൻസർ സെന്ററിൽ ചികിത്സയുള്ള മകൻ്റെ അടുത്തേക്ക്. അവർ ഇടയ്ക്കിടെ അത് പറഞ്ഞ് ദീർഘനിശ്വാസം വിടുന്നുണ്ട്. പലയിടങ്ങളിലും ബസ് നിർത്തുകയും ആളുകൾ ഇറങ്ങുകയും കയറുകയും ചെയ്തു. ഡ്രൈവറുടെ കണ്ണുകൾ ആ ബാഗ് തൂക്കിയ സുന്ദരിൽ തറഞ്ഞിരിക്കുന്നതിനെ ഭയപ്പെടുത്തി. കാരണം ബസ് ഇപ്പോഴും അവിടെ ഇമവെട്ടലിനനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്നെ പോലെ അവധി ആഘോഷിച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനിരിക്കുന്ന 4 കൂട്ടുകാരികളെയും ഞാൻ ആ നിമിഷം ഓർത്തു. അവരെന്നെ കാത്തിരിക്കുന്നു. ഡ്രൈവറുടെ കണ്ണുപാളി ഏതെങ്കിലും ടോറസ് കയറിയാൽ എൻ്റെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ മുടങ്ങുമല്ലോ എന്നോർത്ത് ഞാൻ നടുങ്ങി. വീണ്ടും ഛർദി. ഇത് 3ാമത്തെ തവണയാണ്. എൻ്റെ ജീവിതത്തിലെ മാറ്റാൻ കഴിയാത്ത ശല്യം, യാത്രയിൽ സ്ഥിരമുള്ളത്. പുറകിലിരിക്കുന്ന ചേച്ചിയുടെ ഒരു ആട്ടിലും കൂടെ മുതുകത്ത് കൈകൊണ്ടൊരു കുത്തലും കിട്ടി. ചേച്ചിയുടെ ശരീരത്തിൽ എൻ്റെ ഛർദിയുടെ ചാറ്റിൽ ഏറ്റിരിക്കുന്നു. ഇനി ഇതിലേക്ക് ചാർത്ത്. 2 ഓറഞ്ച് മണമുള്ള കൂടുകൾ ആ ചേച്ചി പുറകിൽ നിന്ന് എൻ്റെ മടിയിലേക്ക് എറിഞ്ഞു. ഞാനൊരു കുറ്റബോധത്തോടെ അതെടുത്ത് മടിയിൽ വെച്ച്. അടുത്തിരുന്ന ക്യാൻസർ പിടിച്ച മകൻ്റെ അമ്മ എന്നെ അരിവോടെ നോക്കി. ഛർദിൽ കഴിഞ്ഞപ്പോഴുണ്ടായ ആശ്വാസത്തിൽ എൻ്റെ കണ്ണുകൾ വീണ്ടും ആ ബാഗ് തൂക്കിയ സുന്ദരിയിലെത്തി. അവളും ഡ്രൈവറും ഇപ്പോഴും കണ്ണിൽ നോക്കുന്നുണ്ട്. മോൻ ഇതുപോലെ എപ്പോഴും ഛർദിയ, ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. അടുത്തിരുന്ന അമ്മ എൻ്റെ മുഖത്ത് നോക്കാതെ എന്നോടായിട്ട് പറഞ്ഞു. അത് കേട്ട് ഞാൻ തലയാട്ടി. അവരത് കണ്ടോ എന്നറിയില്ല. നേരെയുള്ള സീറ്റിൽ ഒരു കുഞ്ഞ് നിർത്താതെ കരഞ്ഞു. ബസ്സിലെ ചൂട് അവന് താങ്ങാൻ പറ്റുന്നില്ല. ബസ്സിനൽപ്പം സ്പീഡ് കൂടി. പെട്ടെന്ന് ബസ് ഒന്ന് വെട്ടിച്ച് നിർത്തി. ബസ് നടുങ്ങുന്ന വിധത്തിൽ ഡ്രൈവർ പുറത്തേക്ക് തലയിട്ട് ഒരു പുളിച്ച തെറി വിളിച്ചു. ഏതോ കാറുകാരനെയാണ്. കരഞ്ഞിരുന്ന കുഞ്ഞിന്റെ കരച്ചിൽ പെട്ടെന്ന് നിന്നു. പെട്ടെന്നുള്ള ബസ് നിർത്തിൽ കുഞ്ഞ് ഭയന്ന് ചുറ്റിനും നോക്കിക്കൊണ്ടിരുന്നു. ബാഗ് തൂക്കിയ സ്ത്രീയുടെ തലവിടിയോ ഇടിച്ചു. ആ പരിഭവത്തിൽ അവർ ഡ്രൈവറെ നോക്കി തലതിരുമ്മി. അതുകണ്ട് ഡ്രൈവർ അവിടെ നേർക്ക് ഒറ്റക്കണ്ണടച്ച് കാണിച്ചു. ബസ് വീണ്ടും അനങ്ങി. പെട്ടെന്നുള്ള ആ നിർത്തലാണോ എന്തോ എനിക്ക് വീണ്ടും ഛർദ്ദിക്കണമെന്ന് തോന്നി. ഓറഞ്ച് മണമുള്ള കൂട്ടിലേക്ക് ഞാൻ തല കുത്തിക്കയറ്റി. ആ കൂടിനുള്ളിലെ മണം എൻ്റെ കുടൽമാല പുറത്ത് വരും വരെ ഛർദ്ദിപ്പിച്ചു. അടുത്തിരുന്ന അമ്മ ഒന്ന് അകന്നിരുന്നു. ഞാനൊരു യുദ്ധം കഴിഞ്ഞ ആശ്വാസത്തോടെ കൂട്ടിൽ നിന്ന് തലയെടുത്ത് ടവൽ കൊണ്ട് മുഖം തുടച്ചു. ബാഗിൽ നിന്ന് മൊബൈൽ ശബ്ദിച്ചു. നീ എവിടെ എത്തി? മീരയാണ്. വലിയ സന്തോഷത്തിലാണ്. ഈയിടെയാണ് അവൾക്ക് ജോലിയിൽ പ്രമോഷൻ കിട്ടിയത്. അതിൻ്റെ സന്തോഷം ആ ശബ്ദത്തിലുണ്ട്. കൊട്ടാരക്കര കഴിഞ്ഞു, ഞാൻ അവശ്യനിലയിൽ പറഞ്ഞു. ഫോണിൽ ഒരു കലവിൽ വർത്തമാനം കേട്ടു. എല്ലാവരും എത്തിയിട്ടുണ്ട്. നിനക്ക് രാത്രി എന്താ, ഒരു കോക്ടെയിൽ പുതിന ചേർത്ത് വേണോ? മീരയുടെ ചോദ്യം കേട്ട് വീണ്ടും ഛർദ്ദിക്കാൻ തികട്ടി. എനിക്ക് വേണ്ട, എനിക്ക് ഇച്ചിരി കഞ്ഞിയും അച്ചാറും മതി, ഞാൻ തളർന്ന ഒച്ചയിൽ പറഞ്ഞു. അവളെങ്ങും നന്നാവുന്ന ലക്ഷണമില്ല, ഫോണിൽ അവളുമാർ പറയുന്ന കേട്ടു. ലീനാമ എന്തിയെ? എൻ്റെ ചോദ്യം കേട്ട് ഫോണിലൊരു കൂട്ടച്ചിരി ഉയർന്നു. മീരയുടെ അമ്മയാണ് ലീനാമ. അമ്മയുടെ ഉണ്ട്, അമ്മയുടെ സാരി എടുത്ത് വെച്ചേക്കാം, മീര ചിരിയാമർത്തി പറഞ്ഞു. ഞാൻ മറുപടി പറഞ്ഞില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ബാഗിലിട്ടു. എൻ്റെ ഒരു ദൗർബല്യമാണ് അവൾ പറഞ്ഞത്. അസുഖമോ ഛർദിയോ വന്നാൽ അമ്മയുടെ സാരി പുതച്ചുറങ്ങുക, അതെനിക്കൊരു ആശ്വാസമാണ്. പെട്ടെന്ന് ഞാൻ ആരോഗ്യം വീണ്ടെടുക്കാറുണ്ട് ആ തണുത്ത സാരി പുതപ്പുകളിൽ നിന്നും. ലീനാമ്മ എനിക്ക് അമ്മയെപ്പോലെയാണ്. ചെറുപ്പത്തിൽ മീരക്ക് ചോറ് വാരി കൊടുക്കുമ്പോൾ എനിക്കും തന്നിരുന്നു. ലീനാമ്മയ്ക്ക് എൻ്റെ അമ്മയുടെ അതേ ചൂടാണ്, അതേ മണമാണ്. ആ സാരി പുതച്ചുറങ്ങുന്ന ഓർത്തപ്പോൾ തന്നെ ഒരു ആശ്വാസം തോന്നി. ബസ് വീണ്ടും വളഞ്ഞു പൊളഞ്ഞു. കണ്ടക്ടർ ഡ്രൈവറിനടുത്ത് നിന്ന് എന്തോ പറഞ്ഞ് ചിരിക്കുന്നു. ഇടയ്ക്ക് ആ ബാഗുകാരിയും നോക്കുന്നുണ്ട്. എൻ്റെ കണ്ണ് പയ്യെ അടഞ്ഞു പോകുന്നുണ്ട്. ക്ഷീണം ഒരു ഉറക്കത്തിൻ്റെ രൂപത്തിൽ എത്തി നോക്കുന്നു. എന്നാലും കണ്ണടക്കാൻ തോന്നിയില്ല. റോഡിൽ തിരക്ക് കുറവാണ്. അധികം തിരക്കില്ലാത്ത വഴിയിലാണ് ബസ്. പെട്ടെന്ന് വീണ്ടും ബസ് വലിയ ഒച്ചയോടെ നിന്നു. ബസ്സിൽ നിന്ന് ആളുകൾ തല വെളിയിലേക്ക് ഇടുന്നുണ്ട്. കണ്ണ് കാണാൻ പാടില്ലാത്ത പ്രായത്തിൽ അങ്ങനെ സ്കൂട്ടറും കൊണ്ട് ഇറങ്ങിക്കോളും മനുഷ്യനെ ചുറ്റിക്കാൻ. ഡ്രൈവർ പ്രായിക്കൊണ്ട് പുറത്തിറങ്ങി. യാത്രക്കാരിൽ ചിലർ അയാളോടൊപ്പം പുറത്തിറങ്ങി. എന്താണെന്നറിയാനുള്ള കൗതുകം എന്നെ എതിർവശത്തെ സീറ്റിലേക്ക് എത്തിച്ചു. അവിടുന്ന് തലയിട്ട് പുറത്തേക്ക് നോക്കിയ ഞാൻ ആദ്യം കണ്ടത് തകർന്നു പോയൊരു സ്കൂട്ടറാണ്. പിന്നെയുള്ള കാഴ്ചകൾ എൻ്റെ അനുവാദമില്ലാതെയാണ് എൻ്റെ കണ്ണുകൾ കണ്ടത്. ദൂരെ തെറിച്ച് വീണെടുക്കുന്ന ഒരു 70 വയസ്സ് തോന്നിക്കുന്ന മനുഷ്യൻ പാടുപെട്ട് എണീക്കാൻ ശ്രമിക്കുന്നു. ആരൊക്കെ അയാളെ സഹായിക്കുന്നുണ്ട്. ബസ്സിനരികിലായി ഒരു സാരി ഉടുത്ത സ്ത്രീ കിടപ്പുണ്ട്. തല തകർന്നിരിക്കുന്നു. ആരോ അവരുടെ സാരി കൊണ്ട് തല മൂടിയിട്ടു. എൻ്റെ കണ്ണുകളെ ഞാൻ പൊത്തിപ്പിടിച്ചു. എനിക്ക് ആ സമയം എൻ്റെ അമ്മയെ കാണണമെന്നും ആ ചൂടുള്ള വയറിൽ മുഖം ഒളിപ്പിക്കണമെന്നും തോന്നി. പോലീസ് എത്തി. ഡ്രൈവർ ആ 70-കാരൻ്റെ കുറ്റമാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. കണ്ടക്ടർ പിന്താങ്ങി. യാത്രക്കാർ അതിൽ ഇടപെട്ടതേയില്ല. അവർ പോവാൻ തിരക്കിട്ടുകൊണ്ടിരുന്നു. വേറെ ബസ്സിൽ യാത്ര തുടങ്ങുമ്പോൾ ഞാൻ ഒന്നുകൂടി ആ 70-കാരനെ നോക്കി. അയാൾ ഏതോ ലോകത്തെന്ന പോലെ നിൽക്കുന്നു.
പക്ഷേ ആ നോട്ടം മുഴുവൻ തലമൂടപ്പെട്ട ആ ശരീരത്തിലും. ഡ്രൈവർ അപ്പോഴും ആ ബാഗുകാരിയെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു.